എനിക്ക് എന്താ സംഭവം എന്ന് അറിയെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കൂ ഇതെന്താ സംഭവം. അത് ശരിയാണല്ല. അമ്മമ്മേ, കവിതാ രചനാ മത്സരം. എന്താ സംഭവം? ഇതാരെവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചേ? നീയാണോ? എന്തോ അമ്മമ്മേ, ഞാനാണ് ഒട്ടിച്ചെങ്കിൽ ഞാൻ വന്ന് ചോദിക്കൂ ഇതാരാ ചെയ്തേന്ന്. ഇല്ലല്ലോ. കവിതാ രചന മത്സരം സമ്മാനം 1000 രൂപയും പ്രശസ്തി പത്രവും ഫലിതവും. ഫലിതം അല്ല ലച്ചു, ഫലകം. ഫലകവും വീട്ടുകാർക്ക് മാത്രം പ്രവേശനം. കേക്ക് ആരാണ്? കേശു ആയിരിക്കൂടെ? കേശുവിന് ഒരു കേയിലുള്ളൂ, ഇത് 2 കേയില്ലേ? നീ ശിവാനി ആയിരിക്കുവോ? ശിവാനിയാ? അല്ല, ശിവാനിയിൽ എവിടെയാണ് കേ ഇരിക്കണേ? അയ്യോ, കേ ഇല്ലല്ലയോ, അവള് പാവം. ചിലപ്പോ കിളവൻ കേശു ആയിരിക്കോ? അപ്പൊ അവൻ ആ പേര് അംഗീകരിച്ച് കാണും. സമ്മാനം 1000 രൂപ. 1000 രൂപ? 1000 രൂപ കൊടുക്കൂടെ അവൻ? അതിന് അവൻ്റെ എവിടെ നിന്ന് 1000 രൂപ ഇരിക്കുന്നത്? അന്ന് മരുന്നിന്റെ പൈസ ചോദിച്ചിട്ട് അവൻ്റെ എടുക്കാനില്ലായിരുന്നു, പിന്നെയാണ് 1000 രൂപ. വല്ല സ്പോൺസറും കാണൂടെ? അതിന് അവരെയൊക്കെ ആര് സ്പോൺസർ ചെയ്യാൻ അമ്മായി? എന്തായാലും ഒന്ന് കാണാതെ അവൻ ഈ പോസ്റ്റർ ഒട്ടിക്കത്തില്ല. എന്നത് ജപ്തി നോട്ടീസാ? എന്റെ ചേച്ചി കവിതാ രചനാ മത്സരം. കവിതയാ? ഇങ്ങയാ? യെസ്. ജയിച്ചു കഴിഞ്ഞാ 1000 രൂപ കിടക്കും. 1000 രൂപയാ? அப்ப நான் கூட பார்ட்டிசிபேட் பண்ணவா? ചേച്ചിക്ക് കവിതയൊക്കെ എഴുതാൻ അറിയോ തമിഴില്? எனக்கு கவிதையெல்லாம் எழுத தெரியாது, ஆனா நான் பெரிய பாரதியார் ஃபேன். ஓடி விளையாடு பாப்பா. நான் எழுதவா? എഴുതി. അതിനാണ് ഈ ബോക്സ് വെച്ചിരിക്കണം തോന്നുന്നു. രചനകൾ ഈ ബോക്സിൽ നിക്ഷേപിക്കുക. എന്തോന്നു പണ്ടാര പെട്ടിയാ? വീട്ടിനകത്താക്കായ പണ്ടാര പെട്ടി? കവിതാ രചനാ മത്സരം. കവിതാ രചനാ മത്സരത്തിന് എന്തോന്നു സ്കൂൾ കോളേജ് വല്ലാണ്? ഓരോ ഉടായപ്പിളായിട്ട് ഇറങ്ങിക്കോളൂ പൈസ വാങ്ങിക്കാൻ. 1000 രൂപയാണ് സമ്മാനം. എന്താ പറഞ്ഞ? 1000 രൂപയാണ് സമ്മാനം. സമ്മാനം 1000 രൂപ? ആഹാ, പറയപ്പോലെ അവിടെ എഴുതി വെച്ചിട്ടാണല്ലേ 1000 രൂപ. ഫലവോ കൊണ്ട് എന്നാ ഞാനും ഉണ്ട്. എന്റെ പരിപാടി ഞാനും ഉണ്ടെന്ന്. ഉടായ്പ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോ 1000 രൂപയൊക്കെ കൊടുക്കണമെങ്കിൽ ഉടായ്പ പരിപാടി ആയിരിക്കില്ലല്ലോ. കറക്റ്റ് ആയിരിക്കും. അതിന് ചേട്ടന് കവിതയൊക്കെ എഴുതാൻ അറിയാമോ? എന്ത് കവിത എഴുതാറുണ്ട്? ഞാൻ എന്തുമാത്രം എഴുതുന്നു? പലചരക്ക് കട എഴുതുന്നു, എന്തെല്ലാം സാധനങ്ങൾ എഴുതുന്നു. എൻ്റെ കൂടെയൊക്കെ പ്രാസമൊക്കെ ഒപ്പിച്ച് എഴുതിയാൽ പോരും. അതിനെ കവിത കണക്കെഴുതുന്നത് പോലെ അല്ല കവിത. ഇപ്പോഴത്തെ കവിതയൊക്കെ അങ്ങനെ ആധുനികമായ കവിതയൊക്കെ കണക്കെഴുതുന്ന പോലെ തന്നെ. എന്റെ പേരോട് എഴുതി തരണം. പേര് എഴുതുന്ന പരിപാടി അല്ല ഇത്. ചിറ്റപ്പൻ കവിത എഴുതി ഇതിന്റെ അകത്ത് ഇടണം. കേട്ടോ. പിന്നെ വേറെ ആരും എഴുതാൻ നിൽക്കേണ്ട, പൈസ എനിക്ക് തന്നെ പോട്ടെ. കാണാലോ, വേറെ ആരും എഴുതാൻ നിൽക്കണ്ട, പൈസ എന്റെ ആന്നൊക്കെ. ഞാൻ എഴുതും. നിനക്ക് വേറെ പണിയില്ലേ? എന്ത് കുഴപ്പം? എനിക്ക് എന്തായാലും കവിത എഴുതാൻ അറിയാലോ, പിന്നെ എഴുതണതിന് എന്ത് കുഴപ്പം? 1000 രൂപ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. എന്റെ സത്യാവസ്ഥ അത് എന്താണെന്ന് അറിയട്ടെ. അത് കേശുവോട് ചോദിച്ചാ പോരെ? കേശു ഇവിടെ ഇല്ലേ? നവീന പുറത്തുണ്ടാവും. പുറത്തു ഡ്രോയിങ് മത്സരമാണെങ്കിൽ ഒരു കൈ നോക്കിയേനെ. എഴുത്ത് എനിക്ക് അത്ര വശമില്ല. ഞാൻ എഴുത പോറേൻ കണ്ടിപ്പാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.